100 വർഷം മുമ്പ് മാലാഖമാരാൽ നിർമ്മിക്കപ്പെട്ടൊരു ദേവാലയം തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട് സർക്കാർ തീർത്ഥാടന കേന്ദ്രമായി അംഗീകരിച്ചൊരു ദേവാലയം. ശിവഗംഗ രൂപതയിൽപ്പെടുന്ന ഇടയ്ക്കാട്ടൂർ തിരുഹൃദയ ദേവാലയം. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഈ ദേവാലയത്തിലേക്ക് ഒഴുകുന്നത്. പള്ളിക്കുള്ളിലെ മാലാഖയുടെ പ്രതിമയ്ക്ക് താഴെയുള്ള കറുത്ത പ്രതലത്തിൽ ആളുകൾ പ്രാർത്ഥനാ നിയോഗം എഴുതുന്നതാണ് ഈ ദേവാലയത്തിലെ പ്രധാനമായൊരു കാഴ്ച. AD 1878 മാർച്ച് മാസത്തിലാണ് ദേവാലയത്തിന് നിർമ്മാണം. ഫ്രാൻസിൽ നിന്നും എത്തിയ ഫാദർ ഫെർഡിനാൻഡ് സെയിൽസ് ആണ് ഈ ദേവാലയത്തെ ഏറ്റവും അധികം ഉയർത്തിയത്. അന്നിവിടെ 180ഓളം ക്രിസ്തീയ കുടുംബങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ആയിരക്കണക്കിന് ആളുകൾ പള്ളിയിൽ വിശുദ്ധ ബലിക്ക് വന്നു പോകുന്നതായി അച്ഛന് മനസ്സിലായി. അന്നത് വെറും ഓലമേഞ്ഞ ചാപ്പൽ. നല്ലൊരു ദേവാലയമാക്കി ഇതിനെ മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു പിന്നീട് അദ്ദേഹം. ഏതാണ്ട് അതേസമയം ഫ്രാൻസിൽ ആംഗ്ലിക്കൻ സഭാംഗമായ മരിയ അന്നാൾ എന്നൊരു ധനിക ജീവിച്ചിരുന്നു. ഹൃദ്രോഗബാധിതയായിരുന്ന അവർ വേദന മൂലം വല്ലാതെ ക്ലേശിച്ചു. എൻ്റെ ജീവനെ എടുത്തുകൊള്ളുക എന്നതായിരുന്നു നിത്യേനയുള്ള അവരുടെ പ്രാർത്ഥന. കത്തോലിക്ക സഭയിലെ ചില സ്ത്രീകൾ അവരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ആംഗ്ലിക്കൻ സഭയിലും ഞങ്ങൾ കത്തോലിക്ക സഭയിലും വിശ്വസിക്കുന്നു, എങ്കിലും നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ക്രിസ്തുവിലാണ്. നിങ്ങൾ അനുഭവിക്കുന്ന വേദന ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തോട് കണ്ണീരോടും വിശ്വാസത്തോടും 9 വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചാൽ തിരുഹൃദയനാഥൻ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുകയും നിങ്ങളുടെ എല്ലാ വേദനകളും മാറ്റുകയും ചെയ്യും. ഉടൻ തന്നെ മരിയ അന്നാൾ നൊവേന ആരംഭിച്ചു. 5ാമത്തെ വെള്ളിയാഴ്ച അവർ പരിപൂർണ സൗഖ്യം പ്രാപിച്ചു. സംശയ നിവൃത്തിക്കായി അവൾ ഡോക്ടറെ സമീപിച്ചു. അവളെ പരിശോധിച്ച ഡോക്ടർ അത്ഭുത പരവശനായി അന്നാൾ പരിപൂർണ സൗഖ്യം പ്രാപിച്ചതായി വിധിയെഴുതി. തനിക്ക് ലഭിച്ച അത്ഭുത രോഗശാന്തിക്ക് തിരുഹൃദയനാഥന് ഏത് രീതിയിൽ പ്രത്യുപകാരം ചെയ്താൽ മതിയാകുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ നിന്നും ഈശോ സഭാംഗമായ ഫാദർ ഫെർഡിനാൻഡ് ഫ്രാൻസിലെത്തുന്നത്. ഈ വിവരം മരിയ അറിഞ്ഞു. ഉടനെ അദ്ദേഹത്തെ അവർ തേടിക്കണ്ടെത്തി. വർഷങ്ങളായി താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന സഹിക്കാനാവാത്ത വേദന തിരുഹൃദയനാഥൻ തന്നിൽ നിന്നും എടുത്തു മാറ്റിയ സന്തോഷം മരിയ അച്ഛനോട് പങ്കുവെച്ചു. ഉപകാരസ്മരണയായി തിരുഹൃദയനാഥന് ഒരു ദേവാലയം പണിതുയർത്തുവാൻ അച്ഛൻ താല്പര്യം കാണിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. ഫ്രാൻസിൽ റീംസ് എന്ന മഹാനഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുഹൃദയ പള്ളി പോലൊരു ദേവാലയമായിരുന്നു മരിയയുടെ സ്വപ്നം. അതിനായി കൈവശമുണ്ടായിരുന്ന 2000 ഫ്രാങ്ക് അച്ഛനെ ഏൽപ്പിക്കുകയും ചെയ്തു. 10 വർഷത്തോളം നീണ്ട അധ്വാനത്തിന്റെ ഫലമായി മനോഹരമായൊരു ദേവാലയം യേശുവിന്റെ തിരുഹൃദയത്തിനായി ഗോതിക് മാതൃകയിൽ അച്ഛൻ പണിതുയർത്തി. ഈ ദേവാലയത്തിലെ തിരുഹൃദയ സ്വരൂപം പുണ്യവതിയായ മാർഗരീത്ത മറിയത്തിന് യേശു പ്രത്യക്ഷപ്പെട്ട മാതൃകയിലാണ്. 153 മാലാഖമാരുടെ രൂപവും മുഖ്യ പുണ്യവാന്മാരുടെ രൂപവും ഒറ്റക്കല്ലിൽ കുത്തിയ തിരുക്കുടുംബവുമെല്ലാം ദേവാലയം സന്ദർശിക്കുന്നവർക്ക് പുതിയൊരു അനുഭൂതിയാണ് പകരുന്നത്.